വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു കൂൾ ഡ്രിങ്ക്സുമായിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ദാഹം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂൾ ഡ്രിങ്ക്സ് ആണിത്. അപ്പോൾ സർബത്താണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നറുനണ്ടി സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു അടികാനുള്ള ഒരു പാത്രം എടുക്കുക. അതിന് ശേഷം ഒരു മുട്ട എടുക്കുക, ഒരു കോഴിമുട്ട, അതിൻ്റെ ഒരു തുമ്പ്, കോഴിമുട്ടയുടെ ഒരു തുമ്പ് പൊട്ടിച്ചിട്ട് നമുക്കതിൻ്റെ വെള്ള ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. മഞ്ഞപ്പെടാണ്ട് വെള്ള മാത്രം ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ നമുക്ക് വെള്ള തന്നെയായിട്ട് വരും. അതിങ്ങനെ ഒരു തുമ്പ് മാത്രം പൊട്ടിച്ചൊഴിച്ചാൽ വെള്ള തന്നെയായിട്ട് കിട്ടും. ആ വെള്ള നമുക്ക് കിട്ടിയതിന് ശേഷം ഒരു നല്ല വെള്ളം ഫുള്ളായിട്ട് ചാച്ച് ചെരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വെള്ളം തന്നെയായിട്ട് നമുക്ക് കിട്ടും, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടും. അതിന് ശേഷം നമുക്കൊരു കുറച്ച് ഈർക്കിലി, നല്ല ഈർക്കിലി, വൃത്തിയുള്ള ഈർക്കിലി എടുത്തിട്ട് ആ മുട്ടയുടെ വെള്ളയിൽ നന്നായി ബീറ്ററുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് പതപ്പിക്കാം, ഇല്ലെങ്കിൽ ഈർക്കിലി വെച്ച് ഇങ്ങനെ പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ വെള്ളം നന്നായി പതഞ്ഞ് കിട്ടും. അത് നന്നായി പതപ്പിച്ചതിന് ശേഷം നമുക്ക് നറുനണ്ടി സർബത്താണല്ലോ നമ്മൾ ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ തലേദിവസം കുറച്ച് നേരത്തെ നറുനണ്ടി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ കാലാവസ്ഥയനുസരിച്ച് നറുനണ്ടി നന്നായി ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർന്നാൽ നമുക്ക് അത് ചതയ്ക്കാൻ എളുപ്പമുണ്ട്, ഇല്ലെങ്കിൽ അതിങ്ങനെ വിറക് കൊള്ളി പോലെ കിടക്കും. അപ്പോൾ ഈ കുതിർന്ന നറുനണ്ടീനെ എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ കുഞ്ഞ് ഒരല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ അങ്ങനെ എടുത്തിട്ട് നന്നായി എടുത്തിട്ട് കുത്തി ഇങ്ങനെ നന്നായി ചതയ്ക്കുക. കണ്ട ഇതുപോലെ ചതയ്ക്കുക. ചതച്ചതിന് ശേഷം എല്ലാം നിറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിലൊന്നും ഇടിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കല്ല് വെച്ച് ചതച്ചതിന് ശേഷം നമ്മുടെ ആ വട്ടയിലേക്ക് നമ്മുടെ ആ പാത്രം നമ്മൾ മുട്ട പതപ്പിച്ച പാത്രത്തിലേക്ക് ഇടുക. എല്ലാം ഫുള്ളായിട്ട് അത് ചതച്ചിടുക. അതിന് ശേഷം നമ്മൾ പഞ്ചസാര 2 കിലോ പഞ്ചസാരയാണ് നമ്മൾ അളന്നെടുക്കണം. ആ 2 കിലോ പഞ്ചസാര നമ്മൾ അളന്നിട്ട് നമ്മൾ ഈ നറുനണ്ടി മുട്ട ആക്കി വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം 4 കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ടാണ്. അത് 2 ലിറ്റർ 2 കിലോ. അപ്പോൾ നമ്മൾ 4 പാത്രം വെള്ളം, ഇതുകൊണ്ട് 4 കപ്പ്, അത് 1 ലിറ്റർ കപ്പാണ്. നമ്മൾ 2 കിലോ പഞ്ചസാരയ്ക്ക് 4 ലിറ്റർ വെള്ളമാണ് ഒഴിക്കണത്. അതിൽ 4 ലിറ്റർ വെള്ളം അളന്നൊഴിക്കുക. കൂടാൻ പാടില്ല, വെള്ളം കൂടിയ സർബത്ത് മധുരം കുറയും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ആ മുട്ടയും നറുനണ്ടി കൈ വെച്ച് വേണമെങ്കിൽ, കൈ കൊണ്ട് വേണമെങ്കിൽ തിരുമ്പി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് നന്നായി തിരുമ്പി എടുക്കാം, അല്ലെങ്കിൽ ഇത് കയ്യിലുണ്ടായി നന്നായി ഇളക്കുക. നന്നായി ചതഞ്ഞത് കൊണ്ട് അങ്ങനെ മതി. എന്നിട്ട് നമ്മളൊരു അത് അടുപ്പത്ത് വയ്ക്കുക. നന്നായി അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഊർന്ന് കിടക്കുന്നുണ്ടാവും അടിയിൽ. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇളക്കിയില്ലെങ്കിൽ പഞ്ചസാര അടി പിടിച്ച് കത്തിക്കരിയും. അത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വേർപിരിഞ്ഞ് വരും. നന്നായി തിളയ്ക്കുമ്പോൾ അതിങ്ങനെ വേർപിരിഞ്ഞ് വരും. ഇത് സ്റ്റൗമ്മ വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അടുപ്പമ്മ വയ്ക്കാതിരിക്കും നല്ലത്. അടുപ്പില്ലാത്ത സ്റ്റൗമ്മ വെച്ചോ. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ നന്നായി തിളയ്ക്കാനും ഒക്കെ നല്ലതാണ്, ഇത്രയും ഉള്ളത് കൊണ്ട്. അത് നന്നായി വെട്ടി തിളയ്ക്കണം, എന്നാലാണ് നമുക്ക് ആ നറുനണ്ടീരെ കറയൊക്കെ അതിൽ നിന്ന് ഇളകി കിട്ടുള്ളൂ. ആ നറുനണ്ടീരെ മണവും അതിൻ്റെ കളറൊക്കെ കിട്ടണമെങ്കിൽ സർബത്ത് നന്നായി വെട്ടി തിളയ്ക്കണം. ഒറ്റ തിളയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല, അത് കിടന്ന് ഇങ്ങനെ തിളയ്ക്കണം. എന്നാലാണ് സർബത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ആ നറുനണ്ടീരെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഇതിങ്ങനെ തിളയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ആ നറുനണ്ടിയും പിന്നെ ആ മുട്ടയുടെ വെള്ളം ഒഴിച്ചുകൊണ്ട് പഞ്ചസാരയിൽ തഴുക്കും ഒക്കെ അതേ പിരിഞ്ഞ് വേറെ നിൽക്കണുണ്ടോ, അതുപോലെ വേറെ നിൽക്കും. അപ്പോൾ തീ നന്നായി കത്തിച്ചുകൊണ്ടിരിക്കണം. തീ കത്തിച്ചാലാണ് ആ വെള്ളമൊക്കെ നന്നായി വറ്റി പഞ്ചസാരയോട് ചേർന്ന് നറുനണ്ടി പഞ്ചസാരയുടെ മധുരം നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇതിലത്തെ ഈ വേർപിരിഞ്ഞ കൊറ്റനൊക്കെ ഇതിൽ നമ്മൾ വാരി ഒരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കുക. ഫുള്ളായിട്ടും പ്ലേറ്റിലേക്ക് ആ നറുനണ്ടിയുടെ ആ ചണ്ടിയും ആ പതയും ഒക്കെ വാരി വയ്ക്കുക.
അപ്പോൾ അതേ അഴുക്കാണ്, പഞ്ചസാരയിലത്തെ അഴുക്കും നറുനണ്ടിയിലത്തെ അഴുക്കാണ്. നമ്മുടെ സർബത്ത് നല്ല ക്ലീനായി കിട്ടും, അത് മൊത്തം ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ. അതിന് ശേഷം നമ്മുടെ സർബത്ത് ഇത് കോരി എടുത്തതിന് ശേഷം അതൊന്ന് ചെരിച്ച് വെച്ചാൽ നമുക്ക് അതിലത്തെ സർബത്ത് ഇങ്ങോട്ട് ഊർന്ന് കിട്ടും, വെറുതെ കളയണ്ട. അപ്പോൾ അത് ഇങ്ങനെ ചെരിച്ച് വെച്ച് എന്നിട്ട് നമ്മൾ അതിന് ശേഷം കുറച്ച് ഏലക്കായ, ഒരു 10 ഏലക്കായെങ്കിലും എടുക്കണം. ഏലക്കായ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 10 ഏലക്കായും കൂടി എടുത്തിട്ട് നമ്മളതൊന്ന് ചതച്ചിട്ട് ഒരു കല്ലിൽ വെച്ച് ചതച്ചിട്ട് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് മിക്സിയിൽ ജാറിലടിക്കാം, അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒറ്റടി ഒരു ചതച്ചാലും മതി. എന്നിട്ട് നമ്മുടെ വട്ടയിലേക്ക് ഇട്ടിട്ട് വീണ്ടും സർബത്തും നന്നായി ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് ആ ഏലക്കായുടെ മണവും ഗുണമൊക്കെ അതിൽ കിട്ടുള്ളൂ. അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ തീ നമുക്ക് കെടുത്തിയിട്ടിട്ട് പാത്രം ഇറക്കി വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ സർബത്ത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ച് നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിലാക്കി വയ്ക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സർബത്ത് നമ്മൾ പുറത്തുനിന്നൊന്നും കുടിക്കാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓടി വന്ന് പുറത്തൊക്കെ പോയി വന്ന് കുടിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ദാഹം വരുമ്പോൾ നാരങ്ങ പിഴിഞ്ഞ് സർബത്ത് കുറച്ച് ഒഴിച്ച് സോഡ ഒഴിച്ച് കുടിക്കാതിരിക്കും നല്ലത്, നല്ല ടേസ്റ്റ്. നമുക്കിപ്പോൾ വെള്ളമായാലും ഒഴിച്ചാലും കുടിക്കാം, സോഡ കിട്ടണമെന്നൊന്നുമില്ല. സോഡ ഉണ്ടെങ്കിൽ സോഡ ഒഴിച്ചാൽ സോഡ സർബത്ത് കുടിക്കാം, ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് തണുത്ത കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ച് ഐസൊക്കെ ഇട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല സൂപ്പറായ നമ്മുടെ നറുനണ്ടി സർബത്ത് നമുക്ക് കുടിക്കാം. അടിപൊളി സർബത്താണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സർബത്ത്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കാശ് കൊടുക്കണം, ഇപ്പോൾ അത് വേണ്ട. അപ്പം നമ്മുടെ സർബത്ത് ദേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കടയിൽ മാത്രമല്ല, ഇത് കിട്ടുക വീട്ടിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കൂൾ ഡ്രിങ്ക്സ് ആണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.